ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് അറിയണം സാർ. അതുകൊണ്ട് ബോബ്സ് മിഷനിൽ എനിക്ക് സഹായിയായിരുന്ന എസ് ഐ പ്രൊമോഷൻ കിട്ടിയ ബാസിയും ബഹദൂറിനെയും ഇവിടേക്ക് പോസ്റ്റ് ചെയ്താൽ എനിക്ക് സഹായമായിരിക്കും. ഉടനെ തന്നെ ചെയ്യാം. താങ്ക് യു സാർ. പിന്നെ കല്യാണം കഴിഞ്ഞുള്ള ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഇല്ല സാർ, എന്റെ കല്യാണം സാർ കഴിഞ്ഞിട്ടില്ല സാർ. കല്യാണം കഴിഞ്ഞില്ലെന്നോ? കല്യാണത്തിന് സമ്മതം ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കാവ്യം കൊണ്ട് വീട്ടിൽ പോയത്. ഞാൻ ജോലി കളഞ്ഞ കാരണത്താൽ എന്റെ അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചതുമില്ല, എന്നോടൊപ്പം മിണ്ടുന്നുമില്ല. സോറി നരസിംഹ. ഇറ്റ്സ് ഓക്കെ സാർ. താങ്ക് യു സാർ. സാർ നമ്മുടെ പിള്ളേരോട് ബീച്ച് മൂടുന്നു പറയുന്നു. വായ മൂടി വെക്കാം. അത്ര വലിയ ബീച്ച് എങ്ങനെ മൂടുന്നു സാറേ? ഇതുപോലും അറിയില്ലേ? അത് ഹിന്ദി കമാൻഡറാണ്. അത് ഹിന്ദിയാണോ? 1 2 3 4. അതിനേക്കാളും കൂടുതലായിട്ടൊന്നും പറഞ്ഞു തന്നില്ലല്ലോ. സുസേ, പ്രേരണ സമയമായി. വേഗം കൊടിയേറ്റാനുള്ള ഏർപ്പാടി. ഓക്കെ സാർ. ദേശീയഗാനം പാടിക്കൊണ്ടിരിക്കുമ്പോ ഇടിവെട്ടിയാലും നിന്നിടത്തൊന്നും അനങ്ങാൻ പാടില്ലെന്നുള്ള വിവരമൊന്നും നിനക്കറിയില്ലേ? ത്രിവർണ്ണ പതാകയ്ക്ക് ബഹുമാനം കൊടുത്ത് 50 അധ്യാപകരും 1500 വിദ്യാർത്ഥികൾ നിൽക്കുമ്പോൾ പള്ളിക്കൂടത്തിലേക്ക് അതിക്രമിച്ച് കയറിയത് കുറ്റബോധം തോന്നുന്നില്ലേ? മാതാ പിതാ ഗുരു ദൈവം എന്നാ പറയാറ്. അങ്ങനെയുള്ള അധ്യാപകരോടാണോ നിന്റെ കഴിഞ്ഞാട്ടം? നീയൊക്കെ ഇന്ത്യക്കാരൻ തന്നെയാണോ? പാർട്ടിക്കൊടികളുടെ എണ്ണം കൂടിയത് കാരണം പാർട്ടിക്കൊടിയും ദേശീയ പതാകയും തിരിച്ചറിയാൻ ബോധമല്ല നിനക്ക്. ഇന്ന് അധ്യാപകരുടെ അടി വാങ്ങാത്തവര് നാളെ ക്രിമിനലായി പോലീസിനെ അടി വാങ്ങും. ഇന്ന് പള്ളിക്കൂടത്തിൽ മുട്ടുകുത്താത്തവൻ നാളെ ജയിലിൽ വാർഡന്റെ മുന്നിൽ മുട്ടുകുത്തും. പഠിക്കുന്ന കുരുന്നുകളുടെ മനസ്സിൽ നീയൊക്കെ എന്തിനാണ് വിഷം കുത്തി നിറയ്ക്കുന്നത്? ഇയാളാണോ? ഇയാളുടെ കാക്കുടിപ്പെട്ട കാണ്ടാമൃഗമാണല്ലോ. അല്ല, യുവന്മാർക്ക് ഇത്ര രക്തം വരാൻ വേണ്ടി ഇങ്ങനെ അടിച്ചതാരാ? ഞാൻ തന്നെയാ. നീ സ്കൂൾ വാദിയാരാണോ അതോ ഗുസ്തി വാദിയാരാണോ? എന്നെ അടിയാറാ അടിച്ചേ? ഒരു കാര്യം പറയാം, അവരാണ് സ്കൂളിൽ നുഴഞ്ഞു കയറി അധ്യാപകരോട് മതി. അതെല്ലാം സ്റ്റേഷനിൽ ഒന്ന് സംസാരിക്കാം. ഞാനൊരു NCC മാസ്റ്ററാണ്. ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു ഓഫീസർ വന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ NCC ബറ്റാലിയൻ കമാൻഡർ ചീഫിന്റെ പെർമിഷൻ വേണം. NCCയോ SSLCയോ അതൊന്നും എനിക്കറിയില്ല. അവര് നിങ്ങളെ അടിക്കാൻ വന്നു വണ്ടിയെ കയറ്റി. നീ ആണെങ്കിൽ അവരെ അടിച്ചേക്കുന്നു. വണ്ടിയെ കയറ. ഇങ്ങോട്ട് നോക്കിയേ. നീ ആ പോലീസിന് ഫോൺ ചെയ്ത് പുള്ളിയെ കുടിക്കുകയല്ലേ? അന്ന് തന്നെ നിന്റെ TC കീറി സ്കൂളിൽ വെളിയിൽ അയക്കേണ്ടതായിരുന്നു. നീ പാവാണെന്ന് അയാൾ വിചാരിക്കുമ്പോ അയാളോട് ഇങ്ങനെ ചെയ്യുന്ന നീ? അല്ല, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തു. നീ വേണമെന്ന് വെച്ച് തന്നെ ചെയ്തതാ. അയാളൊന്ന് വന്നോട്ടെ. നിന്റെ തല ബക്കറ്റ് കമത്ത് വെച്ച് ഭരതനാട്ടം ആടിക്കളെ. ഞങ്ങൾ കാണിച്ചു തരാം. നീയാണോ പോലീസിന് ഫോൺ ചെയ്തേ? സോറി സർ. സ്കൂളിൽ അത്രയും പേര് വെറുതെ ഇരുന്നപ്പോ നീ എന്തിനാ പണി ചെയ്തേ? അത് ഞാൻ ആ റൗഡികളെ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതിയിട്ടാ. ഗുഡ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇങ്ങനെ വേണം ആലോചിക്കാൻ. യുവർ പ്രസൻസ് ഓഫ് മൈൻഡ്, ഈ സത്യസന്ധത, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. കീപ് ഇറ്റ് അപ്പ് സത്യ. ഡ്രൈവർ മുകുന്ദൻ അയാളുടെ മോളുടെ കല്യാണത്തിന് കുടുംബത്തോടെ വന്ന് ഇൻവിറ്റേഷൻ തന്നിട്ട് പോയിരിക്കുന്നു. ഞാൻ ഹാപ്പിയല്ല. എന്റെ മോളുടെ കല്യാണം എന്നാ നടക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. 6 മാസം കൂടി വെയിറ്റ് ചെയ്യാനാ നരസിംഹൻ പറഞ്ഞത് ഡാഡി. നോ വേ. ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെന്ന് എന്തുകൊണ്ടാ കല്യാണത്തിന് സമ്മതിക്കാത്തെന്ന് അവന്റെ അച്ഛനോട് ചോദിക്കാൻ പോവാ. നരസിംഹനെ ഈ കാര്യം അറിയിച്ചേക്ക്. എടാ ദിലീപേ, വണ്ടി നിർത്ത്. ശരി സാർ. എന്ത് പറ്റി? കാവ്യമോളെ, നിങ്ങൾ ഉള്ളപ്പോ കല്യാണക്കാര്യം സംസാരിച്ചാൽ ശരിയാവില്ല. ഞാനും അമ്മയും സംസാരിച്ചിട്ട് വരാം. നിങ്ങൾ വീട്ടിലേക്ക്. സാറ് പറഞ്ഞത് ശരിയാ. അവിടെ നടക്കുന്ന സംഭവമൊക്കെ എനിക്ക് ലൈവ് ആയിട്ട് വീഡിയോയിൽ കാണണം. ഓക്കെ? എന്നെയും എന്റെ കുടുംബത്തെയും ബഹുമാനിച്ച് ബന്ധുക്കളാകാൻ വന്നിരിക്കുവല്ലേ? എന്തു പറയണമെന്നറിയില്ല. ഈ 2 പെങ്കൊച്ചുങ്ങളും വന്നത് മുതൽ എന്താ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നേ? അതെ, ലാപ്ടോപ്പ് മുത്തശ്ശി. മോളുടെ കല്യാണം പെട്ടെന്ന് നടന്നു കാണുന്നുള്ള ആഗ്രഹം കൊണ്ട് പുറപ്പെട്ടു വന്നതാ. എന്താ മോളെ, സിനിമ ആണോ? അതെ മുത്തശ്ശ. എന്താ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നേ? അല്ല, നിങ്ങളുടെ പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ എങ്ങനെയാ? സൈക്കിളിൽ വെച്ചാണോ സപ്ലൈ ചെയ്യുന്നേ, അല്ലെങ്കിൽ ആപ്പയിൽ വെച്ചാണോ സപ്ലൈ ചെയ്യുന്നേ? കല്യാണക്കാരി അറിയാമെന്നാണോ അതോ കച്ചവടം അറിയാമെന്നാണോ? അല്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും പറയാം. ചേച്ചി, ചേച്ചിയുടെ വെറുതെ നിൽക്കുക. സംസാരിക്കാൻ പറ. നിങ്ങൾ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും സംസാരിക്ക്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഒന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. വെറുതെ നുണ പറയരുതേ. നിങ്ങൾ ഒന്നും മിണ്ടാതെ മുത്തശ്ശിയുടെ അടുത്ത് കൈയും കെട്ടി നിൽക്കുകയല്ലേ? എല്ലാം ഞാൻ കാണുന്നുണ്ട്. കണ്ടെന്നോ? എവിടെ ഇരുന്നു? അമ്മ മൊബൈലിൽ കൂടി ലൈവ് ടെലികാസ്റ്റ് ചെയ്യാ. ചേച്ചി, എന്താടാ? ഞാനിപ്പോ ഇത്തിരി ബിസിയാ. പോകാൻ നേരം കുടിച്ചോളാം. അങ്ങനെ എന്താ ബിസി? കൊളായിപ്പോയി. എന്റെ മകൻ പോലീസ് ജോലിയിലായിരുന്നെങ്കിൽ
ഈ ആലോചന സന്തോഷമായി സ്വീകരിച്ചേനെ. അത് അവന്റെ അവസ്ഥ വളരെ മോശമാ. ഇതിലെന്തിരിക്കുന്നു? ഇന്ത്യ സൈക്കിൾസ് പോലെ ഇന്ത്യ ട്യൂബ്സ് എന്ന തൃശ്ശൂരിൽ ഒരു കമ്പനി ആരംഭിച്ച് നരസിംഹനാഥിന്റെ MD ആക്കിയാൽ 100 പേർക്ക് അവൻ ജോലി കൊടുക്കുമല്ലോ. ഇതുപോലെയൊന്നും ആകരുതെന്നാ വിചാരിച്ചത്. അവൻ എന്നെ അനുസരിക്കാത്തൊരു മകനായിരുന്നേ സാരമില്ലായിരുന്നു. എന്റെ മോനായി തന്നെ ഇരിക്കട്ടെ. അത് പിന്നെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അമ്മേ, എന്നോട് ദേഷ്യമാണോ? ഓരോരുത്തരും ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്താടാ മോനെ ചെയ്യ? ഇനി കുറച്ച് ദിവസം കൂടി എല്ലാം ശരിയാവും. സുസൻ, നിങ്ങളുടെ ഏരിയയിലുള്ള പള്ളിയിലച്ഛനെ എന്നെ ഒന്ന് പരിചയപ്പെടുത്ത്. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ആ മുഖമൊന്നും കാണാത്ര കൊള്ളില്ല സാറേ. പഴയ ടാറും വീപ്പ പോലെ ഉണ്ടാവും. വേണ്ട സാറേ. എടാ, പള്ളിയിലച്ഛനും നിനക്ക് തമ്മിൽ എന്താ പ്രശ്നം? അദ്ദേഹത്തിന്റെ ഡ്രസ് എടുത്ത് ലുങ്കിയാണെന്ന് കരുതി ഞാൻ എന്റെ വണ്ടി തുടച്ചു. ശരി, എന്തെങ്കിലും പോയി അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചാ പോരെ? അവിടെ ചെന്ന് ഈ സിനിമയൊക്കെ ചോദിക്കാൻ വേണ്ടി അയാളെന്താ CD കട വെച്ചിരിക്കുക? എടാ പക്കി, നിന്നെ തല്ലിയാലും നന്നാവില്ലല്ലോ. സർ, ഞാൻ സത്യമാണ് സംസാരിക്കുന്നത്. സ്കൂൾ ടൈമിൽ എന്താ? സർ, ഞാൻ സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് 2-3 പേരെന്നെ തട്ടിക്കൊണ്ട് വന്നു. എന്താ? മറുവക്കാട് പള്ളിയുടെ അടുത്ത് ഉള്ളത്. സർ, എത്രയും പെട്ടെന്ന് വരണം സർ. ആലപ്പുഴയിൽ മൊത്തം 3 ക്ലൈമറ്റ് ഉണ്ട്. നന്നായിട്ട് വെയിലടിക്കും, ക്രൂരമായിട്ട് വെയിലടിക്കും, കഠിനമായിട്ട് വെയിലടിക്കും. ഇങ്ങനെയുള്ള ഫയർ കംപ്ലൈന്റ് ഒന്നും എന്നോട് പറയാതെ. വന്ന് കേറ്. എങ്ങോട്ട് സാറേ? കേറ് പറയാം. ഇത് കിഡ്നാപ്പിംഗ് കേസല്ലേ സാറേ? സ്റ്റേഷനിൽ ഇൻഫോം ചെയ്താലോ? പെട്ടെന്ന് തോപ്പുംപടി സ്റ്റേഷൻ ഇൻഫോം ചെയ്യും. ഓക്കെ സാർ. ഞാൻ മുകളിലേക്ക് പോവാ. പോലീസ് വന്നാ കൂട്ടിക്കൊണ്ടോ? ശരി സാർ. ആ തോക്കെന്തോ? സാർ, തോക്ക് എങ്ങനെ സാർ? ഒന്നും സംഭവിക്കില്ല. താ. നിക്ക്. യു ഓക്കേ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തു പറ്റി? സത്യ, എന്താ എന്താ ഒന്നും മിണ്ടാത്തെ? ആര് ഓക്കേ? തട്ടിക്കൊണ്ട് വന്നവൻ ആരാ? അടയാളം കാണിക്കാൻ പറ്റുമോ? സർ, എന്നെ ആരും തട്ടിക്കൊണ്ട് വന്നിട്ടില്ല സർ. തട്ടിക്കൊണ്ട് വന്നുവെന്ന് നുണയാ ഞാൻ പറഞ്ഞത്. ഇഡിയറ്റ്! എന്തിനാ കള്ളം പറഞ്ഞത്? നിങ്ങളെ ഒറ്റയ്ക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ. എന്തിനെന്നെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കണം? എന്ത് സംസാരിക്കണം? I love you, sir. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? വിവരം ഉണ്ടോ നിനക്ക്? വല്ലതും പറ്റുമെന്നുള്ള ആദ്യമായിരുന്നു. ഈ സമയം ജില്ലയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ വാർത്ത പരന്നിട്ടുണ്ട്. അങ്ങോട്ട് നോക്ക്. വിധി, ആ മാലയും ഊരുത്താം. പെട്ടെന്ന് അങ്ങോട്ട് ഊരുത്താം. വന്നവൻ എന്റെ മാല തട്ടിപ്പറിച്ചോണ്ട് പോയി പോലീസിനോട് പറ. ഒരാപത്തും കൂടാതെ വീട്ടിൽ വന്ന് ചേർന്നില്ല മോളെ. ആരടവൻ? ഈ വീട്ടിലെ പെണ്ണിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യം കാണിച്ചവൻ. തീർച്ചയായും അവനെ ഈ നാട്ടുകാരൻ ആരായിരുന്നാലും ശരി വിടരുത്. അനിയാ, ബഹളം വെക്കരുത്. ഇല്ലേട്ടാ, ഗോൾഡൻ ഷിപ്പിംഗ് ഫാമിലിയിൽ ഒരാളെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശ്വാസം നിലയ്ക്കുന്നത് കാണിച്ചു കൊടുക്കണം. മണപ്പാട് ഏരിയയിൽ 11 തൊട്ട് 12 വരെ ആര് ബോട്ട് എടുത്തിട്ട് കടലിൽ പോയോ അത്ര പേരെയും ചോദ്യം ചെയ്യണം. അവന്റെ കയ്യും കാലും വെട്ടിയരിഞ്ഞ് ചാക്കി കെട്ടിട്ട് മാലദ്വീപിൽ കൊണ്ട് മൂടണം. പോലീസ് അറിഞ്ഞ ഇക്കാര്യം പ്രസുകാരും അറിയണ്ട. ശരി സർ. സത്യ, നിന്നെ സഹായിച്ച NCC മാസ്റ്റർ എനിക്കൊന്ന് കാണണം. ചിറ്റപ്പാ, വരാൻ പറ. ശരി. ഗുഡ് മോർണിംഗ് സർ. MD സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. വരൂ സർ. ഇതെല്ലാം MDയുടെ ഫാമിലി വെഹിക്കിൾസാ സർ. വീക്കെൻഡ് എല്ലാം MD ഫാമിലിയോടെ ഷിപ്പിലായിരിക്കും സർ. സർ, കോഫി, ടീ, കൂൾ ഡ്രിങ്ക്. താങ്ക്സ്. Shall we go to the front, sir? Good morning, sir. വരണം സർ. ചിറ്റപ്പൻ സാറിനെ കാത്തിരിക്കുവാ.
ഇതാണ് ഞങ്ങളുടെ NCC മാസ്റ്റർ. നിങ്ങള് നരസിംഹൻ കൊച്ചിയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. അതന്ന്, ഇപ്പൊ NCC മാസ്റ്റർ. നിങ്ങൾ ഇരിക്കൂ. യെസ്, താങ്ക്സ്. ഹാവ് എ ഡ്രിങ്ക്. വേണ്ട സർ, ഇങ്ങോട്ട് ശീലമില്ല. വാ, അമ്മേ. സർ, ഇതെന്റെ അച്ഛൻ, ഇത് അമ്മാവൻ, ഹലോ. ഇതെന്റെ അമ്മ, ഇത് ചെറിയമ്മ. ആ, നമസ്കാരം. അസിസ്റ്റന്റ് കമ്മീഷണർ ടു NCC മാസ്റ്റർ. അതെങ്ങനെ? ഇല്ല സാർ, എന്റെ അച്ഛന് ഞാൻ പോലീസുകാരനാണെന്ന് ഇഷ്ടമല്ല, അതുകൊണ്ട് അച്ഛൻ വിഷമിക്കണ്ടെന്നോർത്ത് ജോലി റിസൈൻ ചെയ്ത് ഞാൻ ഇവിടേക്ക് വന്നു. ദാ കഴിക്ക. അയ്യോ വേണ്ട, ഇവിടുന്ന് തന്നെ പിടിച്ച ചെമ്മീനാണ്. അത് ഞങ്ങൾ അയ്യപ്പസ്വാമി ആരാധിക്കുന്നവരാ. ശനി ദിവസങ്ങളിൽ മത്സ്യമൊന്നും കഴിക്കരുതെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും പറയുന്നതെല്ലാം കേൾക്കുമല്ലേ? അവരല്ലേ സാർ എല്ലാം. അവര് പറയുന്ന കേൾക്കാതെ വേറെ ആര് പറയുന്ന കേൾക്കണ്ടേ? നിങ്ങളെ പേഴ്സണലായിട്ട് വിളിച്ച് ഒരു താങ്ക് യു പറയാൻ വേണ്ടിയാ ഇങ്ങോട്ട് വരാൻ Okay. പറഞ്ഞത്. ഞങ്ങൾ എന്തെങ്കിലും സാറിന് നോ താങ്ക് യു. എന്നെ വിളിച്ച് നന്ദി പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞാനെന്ന് ഇറങ്ങട്ടെ, പറട്ടെ, പോയിട്ട് വരാം. കാണാൻ മോനെ. ചിറ്റപ്പ, ഞാൻ പറഞ്ഞിട്ട് വരാം. ഇങ്ങോട്ട് വന്നതിന് വളരെ നന്ദിയുണ്ട് സാർ. ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് സാറിന് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങളുടെ ഫാമിലി ക്ലോസ് ആയിട്ടോ. ഫാമിലിയായിട്ട് ക്ലോസ് ആയെന്ന് പറഞ്ഞാണല്ലോ വലിച്ച് കടലോട്ട് എറിയാൻ. ഒരു സ്റ്റുഡന്റിന് സാറിനോട് മോഹം തോന്നുന്ന നാണം കെട്ട കാര്യമാണ്. ഇനി മേലിൽ ആവർത്തിക്കരുത്. ചേഞ്ച് യു ആറ്റിറ്റ്യൂഡ്. നരസിംഹൻ സർ, ഞാൻ ചോറ്റാനിക്കര അമ്പലം വരെ വന്നതാ. താനിപ്പോ എവിടെയാ? ഇവിടം വരെ ഒന്ന് വരാവോ? 1 മണിക്കൂറിനുള്ളിൽ വരാം സാർ. ഗുഡ് മോർണിംഗ് രംഗരാജ്. വൺ മിസ്റ്റർ നരസിംഹൻ, ഫോർമർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കൊച്ചിൻ. ഇപ്പൊ അവരുടെ എക്സാക്ട് സ്റ്റാറ്റസ് എന്താണെന്ന് പറ. അവരും നരസിംഹൻ സാർ, എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ? സാർ, മാരാരി നടന്നത് ആയുധക്കടത്തല്ല സാറേ, ബ്രൗൺ ഷുഗറാണ് സാർ. ടോട്ടൽ സൗത്ത് ഇന്ത്യക്കും മാരാരി മെയിൻ സെന്റർ ആക്കിയിരിക്കുക. താൻ എന്തായി പറയുന്നത്? സൗത്ത് ഇന്ത്യയിൽ ഏകദേശം 2900 കോളേജുകളും 8500 ഹയർ സെക്കൻഡറി സ്കൂളുകളുമുണ്ട്. ഒരു കോളേജിൽ 10 പേർ, ഒരു സ്കൂളിൽ 5 പേർ എന്ന നിലയിൽ ഡ്രഗ് യൂസ് ചെയ്താൽ ഒരു വർഷത്തിൽ 1000 കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാവും. ഒരു സ്റ്റുഡന്റിന് അവന്റെ നഖത്തിന്റെ ഇടയ്ക്ക് പോലും ഇത് ഒളിപ്പിക്കാൻ സാധിക്കും. അവന്റെ മാതാപിതാക്കൾക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അവൻ ഇതിന് അഡിക്റ്റായി രോഗിയായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. അതുമാത്രമല്ല, ഇവിടെ ആഘോഷവേളകളിൽ ഡ്രിങ്ക്സ് പാർട്ടി നടത്തുന്ന പേരിൽ ഡ്രഗ്സ് പാർട്ടി നടത്തുന്ന സമ്പ്രദായം കൂടിക്കൊണ്ടിരിക്കുകയാണ് സർ. ഇതിൽ വിഷമിക്കേണ്ട കാര്യം, ഒരുപാട് പെൺകുട്ടികൾ ഇതിനടിമയായിരിക്കുകയാണ് സാർ. അപ്പൊ മൊത്തം അധികാരികൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണോ പറയുന്നത്? അല്ല സാർ, പലയിടങ്ങളിലായിട്ട് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് നടക്കുന്നുണ്ട് സാർ. പക്ഷേ അത് മൊത്തം സപ്ലൈയിൽ 5% പോലും ആകുന്നില്ല സാർ. ഇത്രയും തെളിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും ഉടനടി തന്നെ എന്തുകൊണ്ട് ചാർജ് എടുത്തുകൂടാ? ഇപ്പൊ ഞാൻ ചാർജ് എടുത്താൽ ബായിയും സഹദേവനെ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റൂ. മൊത്തം രേഖകളോടെ എവിടുന്നാണ് ഡ്രഗ്സ് വരുന്നതെന്നും ഇവർക്കാരാണ് അത് സപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടെ ആരാണത് വിറ്റ് കൊടുക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ചാർജ് എടുത്ത് മൊത്തം എണ്ണത്തിനെ കൈക്കാത്തിട്ട് പിഴിഞ്ഞെടുക്കണം സാർ. ഫ്യൂച്ചറിൽ ബായിയുടെയും സഹായത്തിന്റെ പേരിലെടുക്കാൻ പോകുന്ന നടപടിക്ക് തങ്കരാജൻ എന്നൊരാൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കും സാർ. ആരാണ് അദ്ദേഹം? ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാ സാർ. നിങ്ങൾ പറഞ്ഞ നരസിംഹന്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ട്. 100% ഈസ് നോട്ട് ഇൻ ദി ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന്റെ സാലറി, ഗ്രാറ്റുവിറ്റി, PF ഇൻക്ലൂഡിംഗ് പെൻഷൻ ബെനിഫിറ്റ് എല്ലാം തന്നെ സെറ്റിൽ ആയിട്ടുണ്ട്. ഓക്കെ. പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഞാൻ പുറത്തു പോവുകയാണ്. നാളെ കുട്ടികൾക്ക് പരേഡ് ഉണ്ട്. വൃന്ദാവൻ ഹോട്ടലിൽ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ. എടാ, സ്കൂൾ ടൈമിൽ അവൾ എവിടെ പോകണം ചോദിച്ചേ? അല്ല, എങ്ങോട്ടായി പോകുന്നേ? പറയൂല. നീ പറയാതെ പിന്നെ 8 മണിയിലെ വാർത്ത പറയോ? സാറ് ചോദിച്ചിട്ടാ പറയാൻ. ഞാൻ എന്റെ പഠിത്തമൊക്കെ നിർത്തി TC വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ. അല്ല, അതെന്തിനാ? സ്റ്റുഡന്റ് ടീച്ചറിനെ മോഹിക്കാൻ പാടില്ലെന്ന് NCC മാസ്റ്റർ പറഞ്ഞായിരുന്നു. ഇനി ഞാൻ സ്റ്റുഡന്റ് അല്ലല്ലോ, ഇനി മോഹിക്കാൻ സ്നേഹിക്കുകയും ചെയ്യാം. അത് നിക്കട്ടെ, ആരെ നീ സ്നേഹിക്കുന്ന ഇപ്പോ? നമ്മുടെ NCC മാസ്റ്ററിനെ തന്നെയാ. എന്നാ നീ സംസാരിക്കുന്നത്? വായി വന്നോക്കെ. അതെ, ഇന്ന് ഫെബ്രുവരി 14 ആ, എനിക്ക് പകരം സാറിനൊന്ന് വിഷ് ചെയ്തേക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ. പോട്ടെ സാറേ, നല്ല പ്രായത്തിൽ പെണ്ണുങ്ങൾ പുറകെ വരുന്നതും പ്രായം ചെല്ലുമ്പോൾ ഷുഗർ വരുന്നതും എന്താ സാധാരണ. പറ്റിയത്? അല്ല സാറേ, ഇത് സിവിൽ കേസ് പോലെ വലിച്ചു നീട്ടാതെ പെറ്റി കേസ് പോലെ അഡ്വൈസ് ചെയ്ത് തീർത്തേക്കുന്നേ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൾ അരുതാത്ത എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ സൗമ്യമായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. നീ ഇതാരോടും വിളമ്പി നടക്കണ്ട. ആ, ഓക്കെ സാർ. ഹാപ്പി വാലന്റൈൻസ് ഡേ. അയ്യോ, ആരെ നോക്കിയാടാ നീ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞത്? അയ്യോ ടീച്ചറെ, ഞാൻ ടീച്ചറുടെ ദേഹത്തേക്ക് എറിഞ്ഞതല്ല. നിങ്ങളൊരു നല്ല കുടുംബിനിയാണെന്ന് എനിക്കറിയാം. റിട്ടയറായ 3 ഭർത്താക്കന്മാരുണ്ടെന്ന് അറിയാം. അല്ല, 3 കുട്ടികളുണ്ടെന്നാ പറഞ്ഞത്. ദേവി, എന്നോട് ക്ഷമിക്കണമേ. ദൈവമേ, എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നോട് ക്ഷമിക്കണമേ. എന്നോട് ക്ഷമിക്കണമേ. അയ്യോ, ക്ഷമിക്കണം മിസ്സേ. അയ്യോ, പോകല്ലേ. അയ്യോ, നല്ല കാര്യം, ഈ രാക്ഷസി നമ്മളെ തിന്നുന്നതിന് മുമ്പ് എങ്ങനെയോ രക്ഷപ്പെട്ടു. ദൈവമേ.
ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. മേഡം എന്താ ചെയ്യുന്നേ? വാലന്റൈൻസ് ഡേ അല്ലേ, ഫ്രണ്ട്സിനോട് ലഞ്ചിന് വന്നതാ. കപ്പിളുമായിട്ട് വന്നാലേ അലൗഡെന്ന് അവര് പറഞ്ഞു. എന്റെ കപ്പിളാണെങ്കിൽ അവിടെ കപ്പിൾ ഒട്ടിച്ചോണ്ടിരിക്കല്ലേ. ഇപ്പൊ നിനക്ക് ഉള്ളിൽ കയറണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ പോവാ? ഞാനിവിടെ ഇല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? Are you here? It's unbelievable. നിന്നെ കാണണമെന്ന് തോന്നി. 9:30 ഫ്ലൈറ്റ് നിങ്ങൾ പോകുന്നു. Good morning, ma'am. Good morning. At the year 2030, our target will Daddy? be 1 million. Narasimhan is back. Excuse me, what? അദ്ദേഹം DSP ആയി. Oh, really? ഞാൻ വൈകിട്ട് എന്റെ ഫ്രണ്ട്സിനെല്ലാം ട്രീറ്റ് കൊടുക്കാൻ പോവാ. അമ്മ എൻജോയ് ചെയ്തോ. എന്നെ പോട്ടെ. Bye. Friends, my son-in-law has become deputy superintendent of police. ഇനി മുതൽ കാവ്യ പച്ചക്കറി വാങ്ങിക്കാനും സൈറം വെച്ച കാറിലായിരിക്കും പോകുന്നത്. ചുമ്മാ ചുമ്മാന്ന് പറഞ്ഞ ചുമ്മാതെ. നമസ്കാരം സാറേ. ഇവിടെ ഉണ്ടായിരുന്ന നമസ്കാരം, സർ. സാറ് സ്കൂളിലുണ്ടായിരുന്നപ്പോ സാറിനോട് തരികട കാണിച്ച SI കരിയുമ്പോ അത് വാതിലിന് പുറകെ മറിഞ്ഞിരിക്കും സാർ. അദ്ദേഹത്തെ ഇപ്പോഴേ പറഞ്ഞു വിടുവോ അതോ നമ്മുടെ സ്റ്റേഷനിലേക്ക് സ്ഥിരമാക്കുവോ? ബാസി 10 പന്നിക്കുട്ടികളെ കിട്ടും, 10 നായ്ക്കുട്ടികളെയും 8 കഴുതക്കുട്ടികളെ പോലും കിട്ടും. ഇതുപോലൊരു വയസ്സൻകുട്ടിയെ കിട്ടില്ല. ആരെന്ത് പറഞ്ഞാലും അത് അതേപടി വിശ്വസിക്കുന്ന ആൾ അയാള്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയില്ല, പക്ഷെ തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന ഒരു നല്ല ഓഫീസർ അയാള്. വരാൻ പറ. കരീം സാറ് വിളിക്കുന്നുണ്ട്. സാർ തെറ്റ് ചെയ്ത പോലീസുകാരെല്ലാം വെറുതെ വിട്ടല്ലോ. സാറ് വന്ന ജോലി നോക്കാതെ സ്കൂൾ പിള്ളേർക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നല്ലോ. സാറിന്റെ ഐഡിയ എന്താണെന്ന് പറ. അത് അറിഞ്ഞോ അറിയാതെ ഒബ്ജക്ഷൻ തീരുന്നതിന് മുമ്പ് ചാർജ് എടുക്കേണ്ടി വന്നു. അതാ ബായിയുടെ ആൾക്കാരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ വിശ്വസിപ്പിക്കുന്ന ഇത് മാത്രമേ ഒരു വഴിയുണ്ടായിരുന്നുള്ളൂ. കരീം കൂടെ ഉണ്ടാവണം. കരീപ്പായി എന്താണ് നിന്റെ വാ പൊളിച്ച് കണ്ണു മിടിക്കുന്നത്? നിനക്ക് വല്ലാതെ ഫീൽ ചെയ്തല്ലേ? ഇവരെ ഒരു മേലുദ്യോഗസ്ഥന്മാരും എന്നെ ഇങ്ങനെ ബഹുമാനിച്ചിട്ടില്ല. എന്നാ ഇദ്ദേഹം എന്നെ ബഹുമാനിച്ച് എല്ലാ പ്ലാനും എന്റെ മുന്നിൽ തന്നെ പറയുന്നു. ഈ സാറിന് വേണ്ടി എല്ലാം ഞാൻ ചെയ്യും. സാർ, നരസിംഹം ഈസ് എ പോലീസ് ഓഫീസർ. സാർ, നമ്മുടെ ഹോട്ടലിന്റെ വാർഷികാഘോഷത്തിന്റെ ഇൻവിറ്റേഷൻ വന്നു സാർ. ഞാൻ ഒരു ദിവസത്തിന് മുമ്പ് ഇന്ത്യയിലേക്ക് വരുള്ളൂ. അതിനു മുമ്പ് എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയക്കണം. ഇത് ഗവൺമെന്റ് എന്താ ഇത്? ഗവൺമെന്റ് റൂൾസ് മറികടന്ന് കുട്ടികൾക്ക് മദ്യം കൊടുക്കുന്നോ? അതൊക്കെ നോക്കുവാണ് കച്ചവടം ചെയ്യാൻ പറ്റുമോ സാർ? എന്നാ ഇവരുടെ മാതാപിതാക്കളാണ്. എന്താ സാർ ഒരു അറിയിപ്പില്ലാതെ പെട്ടെന്ന് കയറി വരും? സാറേ നമസ്കാരമുണ്ട്. പഴയ കാര്യങ്ങളൊന്നും സാറ് മനസ്സിൽ വെക്കരുത്. ഈ സിംഹത്തിന്റെ മുന്നിൽ ഞാനൊരു ചെറിയ നരിയല്ലേ. സാർ എന്നോട് ക്ഷമിച്ചു. എല്ലാത്തിനും അറസ്റ്റ് ചെയ്യ്. അച്ഛാ, സാറേ പറയച്ച. സന്തോഷമുണ്ട് സാറേ, വളരെ സന്തോഷം. സഹായം പായ ജാമ്യെടുത്ത്. സാർ, ഈ മീശ വെച്ചപ്പോഴാണ് സിംഹം വേട്ടയ്ക്ക് പോകുന്ന പോലെ തോന്നുന്നത്. ഇത് വേറെ. നിക്ക്, എന്താ പ്രശ്നം? കരീം എന്താ കാര്യം? ആരോട് വേഷം വിട്ട് ചുറ്റി കറങ്ങുമായിരുന്നു സാറേ, അതാ പിടിച്ചേ. ഡാ, ആരാ നീ? മോഡ് പീച്ചെ മോഡ്. ആവശ്യമില്ലാത്ത സ്ഥലം കളഞ്ഞല്ലോ സാറേ. വേഷമെല്ലാം കറക്റ്റ് ആയിട്ടാണല്ലോ ഉള്ളത്. പിന്നെ നിങ്ങൾ എങ്ങനെ പിടിച്ചു? ആര്? ഇവരാണോ എന്നെ പിടിച്ചോണ്ട് വന്നെന്നോ? എല്ലാവരും നല്ല കാലം ഉണ്ടാകാൻ പോകുന്നു, നല്ല കാലം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയും. ഞാൻ കുറച്ച് വ്യത്യാസം ആയിക്കോട്ടെ എന്ന് കരുതി 4 മണിയാകാൻ പോകുന്നു, 4 മണിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതില് സംശയം തോന്നി പിടിച്ചോണ്ട് വന്നതാ സാറേ. നമ്മുടെ പയ്യന വിട്ടേക്ക്. നീ വീട്ടിലോട്ട് പോകും. ഏത് വീട്ടിലേക്ക് പോകാന്? ഞാൻ അവരെ കാണിച്ചു തന്നെന്നും പറഞ്ഞ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നാട് മുഴുവൻ അന്വേഷിച്ച് നടക്കുവാ സാറേ അവരെല്ലാം കൂടെ. 10 ദിവസമായിട്ട് അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഓടാത്ത ബോട്ടിന്റെ അടിയിലും തെരുവ് നായുടെ കൂടെയും പേടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക സാറേ. താമസിക്കാനായിട്ടൊരു സ്ഥലം പറഞ്ഞതാ. നിനക്ക് ഈ ടൗൺ സെറ്റ് ആവാൻ തോന്നില്ല. നീ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകും. എന്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് ഗ്രാമം കുഴപ്പമില്ലല്ലോ. 3 നേരം ചോറും 2 നേരം ബിയറും കിട്ടിയാൽ എനിക്ക് എല്ലാവരും ഓക്കെയാണ് സാറേ. ഡാ, സോറി സാറേ, അറിയാതെ പറഞ്ഞു പോയതാ സാറേ.
സ്കൂളിൽ നിന്ന് ഞാൻ ശമ്പളം മേടിച്ചില്ല, ഒരാഴ്ച ഇവിടെ താമസിച്ച് മേടിച്ചാലോ? സാറേ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിവിടെ താമസിക്കുന്ന ഒരാഴ്ച തോക്ക് പിടിച്ച 2 പോലീസുകാരൻ്റെ കൂടെ അയക്കാവോ? എന്നാ പക്കിയത്? വേണ്ട സാറേ, ഞാൻ കളിത്തോക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. നമസ്കാരം സാറേ. അയ്യോ, വീണ്ടും നമസ്കാരം സാറേ. നമസ്കാരം. എന്തായത് വയറും കൊണ്ട് ചുമരോ? കുതിരയ്ക്ക് തിന്നാൻ വല്ലതും കൊടുക്ക്. മൊത്തം 15 പയ്യന്മാരുണ്ട് സാർ. എല്ലാം +1 +2. ഒരെണ്ണത്തിന് പോലും ലൈസൻസ് ഇല്ല. എന്താ ചെയ്യേണ്ടത് സാറേ? വണ്ടിയെല്ലാം പിടിച്ചു വെച്ചിട്ട് പേരൻസിനോട് വരാൻ പറ. എന്താ? ഞാൻ ഇന്നു മുതൽ വീണ്ടും സ്കൂളിൽ പോകാൻ തുടങ്ങി. അത് പറയാൻ വേണ്ടി വന്നതാ. ഗുഡ്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. സോറി സർ, സ്റ്റുഡന്റ് ടീച്ചറിനെ മോഹിക്കാൻ പാടില്ലെന്നാ സാറെന്ന് പറഞ്ഞത്. പക്ഷേ പോലീസ് ഓഫീസറിനെ മോഹിക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ. സാർ എപ്പോ പോലീസ് യൂണിഫോം എടുത്തിട്ടോ അപ്പൊ തന്നെ ഞാൻ എന്റെ സ്കൂൾ യൂണിഫോം എടുത്തിട്ടു. ഇതാ ഇങ്ങോട്ട് നോക്ക്. നീ കാണിക്കുന്നതല്ല പ്രണയം, വെറും ഇൻഫാക്ച്വേഷൻ. നമുക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അറിയാതെ അവരോട് കൂടുതൽ സ്നേഹം തോന്നും. അത് നീ പ്രേമമായിട്ട് കരുതരുത്. നിന്റെ കുടുംബത്തിന് ഈ നാട്ടിൽ നല്ലൊരു പേരുണ്ട്, അത് നീ കളഞ്ഞു കുളിക്കരുത്. പോലീസ് പറയുന്നത് കേക്കടാ. താങ്ക്സ് ഫോർ യുവർ അഡ്വൈസ്. പക്ഷേ സാറ് പറഞ്ഞ ഒരു കാര്യം എന്റെ തല കേറിയിട്ടില്ല. സോറി സർ. സാർ, 10 ദിവസമായിട്ട് സ്റ്റുഡൻസ് എല്ലാം പോലീസിനെ കണ്ട് വരണ്ടോടാണ് സാർ. പക്ഷെ ഈ ഒരു സ്റ്റുഡന്റ് മാത്രം DSPയോട് ഡീൽ ചെയ്യാണ് സാർ. ഇത് സാർ എങ്ങനെ ഡീൽ ചെയ്യാൻ പോകുന്നേ? നീ ട്രാഫിക് ഡീൽ ചെയ്യും. ദിസ് ഈസ് കോട്ട് കടപ്പുറം സാർ. ശരി ശരി ശരി. എന്താ മോളെ, ആ പോലീസുകാരനോട് എന്താ സംസാരിച്ചേ? ലവേഴ്സ് തമ്മിൽ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. താനാരാ അത് ചോദിക്കാൻ? ലവേഴ്സോ? കണ്ടത്തില് നോക്കുത്തി പോലുണ്ട് കണ്ടിട്ട്. ഒന്ന് പോടാ. Don't follow me. രംഗരാജ് സാറല്ലേ അത്? അതെ. അതിനെത്ര വേഗത്തില്? വേഗം എടുക്കടാ. നമസ്കാരം സാർ. ബോട്ട് എടുക്കും പെട്ടെന്ന്. അവിടെ പോവാൻ സാർ. ആ പോകുന്ന ബോട്ടിനെ ഫോളോ ചെയ്യും. ഇനി പോകണ്ട സാർ, ബായുടെ കപ്പലാ നിൽക്കുന്നത്. ബായോ? ആ ബൈനോക്കുലർ ഇറങ്ങി വന്നേ. എടാ വേഗം ബോട്ട് തിരികെ. കാണാമോ സാറേ? വേഗം കരക്കെടുപ്പിക്ക്. ഒരു പോലീസുകാരൻ വന്ന് വാദ്യാരാണെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് ഇവിടെ കറങ്ങായിരുന്നു. അതൊന്നും മനസ്സിലാക്കാതെ ഒരു പെണ്ണിനെയും കടത്തിക്കൊണ്ടുപോയി പ്രശ്നമുണ്ടാക്കി. എടോ, ഞാനും ബായി എന്തിനാണോ ഇങ്ങനെ ശത്രുക്കളെ പോലെ അഭിനയിക്കുന്ന അറിയാമോ? ചെയ്യുന്നത് കള്ളക്കടത്തല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ കുടുങ്ങിയാലും നിങ്ങളെ ആരും സംശയിക്കില്ല. അറിയാലേ എന്തോരം റിസ്ക് എടുത്തിട്ട് ഞങ്ങൾ ഈ ബിസിനസ് നടത്തുന്ന അറിയാമോ? രംഗരാജ, ഞാനും 10 ദിവസമായിട്ട് അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഡിപ്പാർട്ട്മെന്റ് മുഴുവനും സ്കൂൾ പിള്ളേരുടെ പുറകെയാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ബിസിനസ് ഒരു കാരണവശാലും അവൻ അറിയാൻ സാധ്യതയില്ല. ഇനി ഇതിനു മേലെ വല്ല പ്രശ്നം ഉണ്ടായാ ദേവനുണ്ടല്ലോ, നമ്മുടെ സഹദേവൻ. ഒന്നുമില്ലാത്ത എന്നെ 12 ബോട്ടിന്റെ ഓണറാക്കിയിരിക്കുക. നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ഞാൻ ജയിലിൽ വരെ പോകും. എവിടെയുള്ളൂ സാർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ബാസി. എല്ലാവരും സ്റ്റേഷനിലേക്ക് വരാൻ പറ. 10 ദിവസം ഞാനവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് സൈൻ ചെയ്തു. ബാക്കിയുള്ള ദിവസം ഡാനിയുടെ കൂടെ ഷിപ്പിലായിരുന്നു. നമ്മുടെ കണക്കെല്ലാം സെറ്റിൽ ചെയ്ത് ഡോളറിൽ അത് അറേഞ്ച് ചെയ്തു. പിന്നെ ബായ്, നാളെ ഡാനി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തായി പറയുന്നേ? എന്റെ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന്. മന്ത്രി വരുമെന്നാണല്ലോ പറഞ്ഞത്. ഡാനി രാവിലത്തെ ഫംഗ്ഷൻ അല്ല, രാത്രിയിലെ പാർട്ടിക്കാ വരുന്നേ. സഹദേവ, നീ വേണം ബോട്ട് എടുത്തിട്ട് പോയി ഇന്റർനാഷണൽ ബോർഡറിൽ പോയി അവനെ പിക്ക് ചെയ്തുകൊണ്ട് വരേണ്ടത്. ഇത്രയും നാളെ രംഗരാജൻ നല്ലവനെന്ന് കരുതിയിരുന്നത്. അവനാണ് മൊത്തം ഗ്യാങ്ങിന്റെ ലീഡറായിരിക്കുന്നത്. 8 മാസത്തെ ഇൻവെസ്റ്റിഗേഷൻ വേസ്റ്റ്. ഇനി വേറെ റൂട്ട് എടുക്കണം. എങ്ങനെയാണ് സാർ?
കളിക്കേണ്ടത് ആദ്യം നമ്മൾ സഹദേവനിൽ നിന്നാണ്. സാർ അവന്റെ ദേഹത്ത് കൈവച്ച മറ്റുള്ളവർക്ക് സംശയം വന്നാലോ? ഡ്രഗ് കേസിൽ അറസ്റ്റ് ചെയ്താൽ ആ സംശയം വരത്തുള്ളൂ. വേറെ എന്തെങ്കിലും സാർ 6 മാസങ്ങൾക്ക് മുന്നേക്കാരുടെ സഹായിയായിട്ട് എവിടെ കൊന്ന് കടലിലെറിഞ്ഞു. ഇപ്പോഴും കംപ്ലൈന്റ് ആകാതെ കിടക്കുക. അതാ അതിൽ വേണം അവനെ പൊക്കാൻ.